ഈ കേരളത്തിൽ നിയമസഭയിൽ എടുത്ത നിലപാടുകൾ, ന്യൂനപക്ഷ പ്രീണനം മാത്രം ലക്ഷ്യമാക്കി എടുത്ത നിലപാടുകൾ ആ വരാൻ പോകുന്ന നിയമത്തിന് ശേഷം എന്താകുമെന്ന് കൂടി പറയാം. അതായത് 1954 ഈ ആക്ട് വന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളെല്ലാം സിവിൽ കോടതികളായിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 1995 വന്നിട്ടാണ് ഇതിനെ അവിടെ നിന്ന് മാറ്റി ട്രിബ്യൂണലിലേക്ക് മാറ്റിയത്. അപ്പോൾ അവിടെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത്, ഇവിടെ എല്ലാവരും പറയും അവിടെ ഇരിക്കുന്ന ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ്, അല്ലാതെ മുസ്ലിം മത പണ്ഡിതൻ അല്ല എന്ന്. അവിടെ 3 പേരാണുള്ളത്. ഒരു ഡിസ്ട്രിക്ട് ജഡ്ജി വരും, പിന്നെ ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി തലത്തിലുള്ള ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട്. ഒരു നിയമം അറിഞ്ഞുകൂടാത്തവരും ഉണ്ട്, ഡെപ്യൂട്ടി സെക്രട്ടറിമാർ വരെ. ഇവർ LLB പോലും പാസ്സാവാത്ത ആൾക്കാർ അവിടെ ആ കസേര ഇരിക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു വ്യക്തി ഒന്നുകൊണ്ട് എന്താണ് കാര്യം? അതോടൊപ്പം അവിടെ ഒരു മുസ്ലിം മത പണ്ഡിതനും ഉണ്ട്. നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊരു മതേതര രാഷ്ട്രമാണ്. അപ്പോൾ നമ്മൾ ഈ വസ്തുക്കളൊക്കെ വാങ്ങിക്കുന്നത് ഇവിടുത്തെ സെക്കുലർ ലായുടെ അടിസ്ഥാനത്തിൽ നമ്മൾ റവന്യൂ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടാണ് നമ്മളൊരു വസ്തു വാങ്ങിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിം മത പണ്ഡിതൻ്റെ അടുക്ക് അയക്കുന്നത്? അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഭരണഘടനയും ശരീഅത്തിലായും തമ്മിലാണ് ഇവിടെ അടികൂടുന്നത്. അതിൽ ശരീഅത്തില ജയിക്കാനുള്ള എല്ലാ വിധ മാർഗങ്ങളും ഈ വഖഫ് ആക്ടിൽ എഴുതി വച്ചിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് പ്രകാരം ഈ തുടക്കം അത്രയും വന്നിട്ട് വഖഫ് ബൈ യൂസേജാണ്, വഖഫ് ബൈ യൂസർ. ഇപ്പോൾ അവർക്ക് വന്നിട്ട് 1000 വർഷം മുമ്പ് ഇതൊരു വഖഫായിരുന്നു എന്ന് ക്ലെയിം ചെയ്യാം. അവർക്ക് ബർഡൻ ഓഫ് പ്രൂഫ് ഇല്ല ട്രിബ്യൂണലിൽ. ഇപ്പം നമ്മൾ തെളിയിക്കേണ്ടത് എൻ്റെ വസ്തു ആണെന്നല്ല, നമ്മുടെ വസ്തു ആണെന്നല്ല, ഇത് 1000 വർഷം മുമ്പ് ഒരു വഖഫ് ആയിരുന്നില്ല എന്നാണ് നമ്മൾ ട്രിബ്യൂണലിൽ തെളിയിക്കേണ്ടത്. അത് ആർക്കെങ്കിലും സാധ്യമാണോ? ഇത് കാടൻ നിയമമൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. നമ്മുടെ ഭരണഘടന ഇന്ന് ഡോക്ടർ അംബേദ്കർ ജീവിച്ചിരുന്നു എങ്കിൽ ഈ വഖഫ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഭരണഘടന കത്തിച്ചേനെ. അത്രയും ഡ്രാക്കോണിയനായിട്ടുള്ള ഒരു വഖഫ് ആക്റ്റാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം. തീർച്ചയായിട്ടും നമുക്കിത് ഈ വരാൻ പോകുന്ന നിയമത്തെ മാത്രമേ നമുക്കിനി പ്രതീക്ഷയോടെ കാണാൻ കഴിയുകയുള്ളൂ. ഇതുവരെ അനുഭവിച്ച പ്രശ്നങ്ങളിൽ ഒരു പരിഹാരം ഉണ്ടാകുമെന്നുകൂടി നമുക്ക് കരുതാം.